തിരുവല്ല ബദനി അരമനയിൽ നടന്ന വൈദിക യോഗം അലങ്കോലപ്പെട്ടതായിട്ട് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഈ യോഗത്തിൽ ക്രിസോസ്റ്റമോസ് തിരുമേനിയെ അച്ഛന്മാരെല്ലാം ചേർന്ന് എയറിലാക്കി. അവർ പറയുന്നത് സുന്നഹദോ സെക്രട്ടറിയായ തിരുമേനി ഭദ്രാസനത്തിൽ പല ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിന്നു എന്നാണ്. ഭരണഘടനയെ വാക്കാൽ പരാമർശിച്ച അപ്രേം തിരുമേനിക്കെതിരെ നടപടിയെടുത്ത സുന്നഹദോസിന്റെ സെക്രട്ടറിയായ മെത്രാച്ചന്റെ നിരണം ഭദ്രാസനത്തിൽ ഭരണഘടനാ ലംഘനം നടന്നിട്ട് അത് വിലക്കുവാനോ തിരുത്തുവാനോ തയ്യാറാകാത്തതിനെയാണ് അച്ഛന്മാർ ചോദ്യം ചെയ്തത്. ഇതിൽ ചേരിതിരിഞ്ഞ ഒരു വിഭാഗം വൈദികർ മെത്രാച്ചന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. ക്ഷുഭിതനായ മെത്രാച്ചൻ ശക്തമായി പ്രതികരിച്ചു. സമീപത്തുള്ള സ്കൂൾ കേന്ദ്രീകരിച്ച് നടത്തിയ ആഭാസ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. അത് പുറത്തുവിടുകയും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുകയും ചെയ്യുമെന്ന് മെത്രാച്ചൻ പറഞ്ഞു. അതിൽ ഭയന്ന കുറച്ചുപേർ പിന്മാറി. എങ്കിലും ബാക്കിയുള്ളവർ ചോദിച്ച കാര്യങ്ങൾ യോഗം അവസാനിപ്പിക്കുന്നതിലേക്ക് കൊണ്ടെത്തിച്ചു. അപ്രേം തിരുമേനി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് സുന്നഹദോസ് ചേർന്ന് പുറത്താക്കിയത്? തലേ ദിവസം ഫോണിൽ വിളിച്ചിട്ട് എന്ത് വന്നാലും കൂടെയുണ്ട് എന്ന് ഉറപ്പ് കൊടുത്തിട്ട് സുന്നഹദോസിന്റെ ദിവസം ക്രിസോസ്റ്റമോസ് തിരുമേനി കാലുമാറിയത് എന്തിനാണെന്നും അച്ഛന്മാർ ചോദ്യം ചെയ്തു. ഇതുപോലെയുള്ള ആളുകൾ ഇരിക്കുന്ന സ്ഥലം പരിശുദ്ധ ചേർത്ത് വിളിക്കാതെ വെറും സുന്നഹദോസ് എന്ന് വിളിച്ചാൽ മതിയെന്നും കുറച്ചു വൈദികർ പറഞ്ഞു. ഒരു വിഭാഗം അച്ഛന്മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ വന്നതോടെ ക്രിസോസ്റ്റമോസ് തിരുമേനി യോഗ നടപടികൾ നിർത്തിവെച്ച് വൈദിക യോഗം പിരിച്ചുവിട്ടു. അനീതികളും തെറ്റുകളും മറച്ചുവെക്കുകയും ഭരണഘടനാ ലംഘനം നിരണം ഭദ്രാസനത്തിൽ തന്നെ നടത്തുകയും ചെയ്തതിന് കൂട്ടുനിൽക്കുകയും ചെയ്തതാണ് വൈദികർ മെത്രാച്ചനെതിരെ തിരിയാൻ കാരണം. അപ്രേം മെത്രാച്ചനെതിരെ സുന്നഹദോസിൽ പടവാൾ ഓങ്ങിയ ഓരോ മെത്രാച്ചന്മാർക്കും കഷ്ടകാലമാണ് ഇപ്പോൾ.